ശരിക്കും നീയൊക്കെ മലയാളികളെന്ന് പറയുന്നത് തന്നെ ഞങ്ങളെപ്പോലുള്ള മലയാളികൾക്ക് നാണക്കേടാണ് കേട്ടോ. കാരണം മുണ്ടും മടക്കി കുത്തി ഡൽഹിയിൽ നരേന്ദ്രമോദിയെ രാജിവെപ്പിക്കാൻ വേണ്ടി പോയ ഒരു നായിൻ്റെ മക്കളെ നമുക്ക് തിരുവനന്തപുരത്ത് പോയി കാണാൻ വേണ്ടി പറ്റില്ല. കാരണം തിരുവനന്തപുരത്തെ വിഷയം എന്ന് പറഞ്ഞാൽ PSCയുടേതാണ്. PSC എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ ഭരിച്ചു മുടിച്ച സർക്കാരുകളുടെ പ്രശ്നം കൊണ്ടാണല്ലോ PSCയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അതിന് നരേന്ദ്രമോദിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പ്രതികരിച്ചാലോ അതിന് പ്രതിഷേധത്തിന് സപ്പോർട്ട് കൊടുത്താലോ ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷിലിമയിലുള്ളതും രാഷ്ട്രീയത്തിലുള്ളതായിട്ടുള്ള കുറേ കോമാളികളുണ്ടല്ലേ, അവരുടെ എല്ലാം വായിക്കാത്ത ഇപ്പോൾ തുറന്നു പോയി കഴിഞ്ഞാൽ വലിയ വലിയ പഴം കൊണ്ടിങ്ങനെ നിറച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം റീച്ച് കിട്ടുമല്ലോ. ആ റീച്ച് കിട്ടണ മാത്രമല്ല, BJPക്കെതിരെയും BJP പ്രവർത്തകർക്കെതിരെയും 10 പറഞ്ഞെങ്കിൽ മാത്രമേ BJPനെ എതിർക്കുന്ന ആളുകളുടെ സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ കേരളത്തിനകത്ത് കിടക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കമ്മ്യൂണിസ്റ്റുകാർ കാരണം ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ കാരണം ഉണ്ടായ പ്രശ്നമായിരിക്കും. അപ്പോൾ രണ്ടിലേയും കയറി ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് അവരുടെ റീച്ചിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ആരും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇടപെടാതെ കൊണ്ട് പോകുന്നത് കേട്ടോ. പിന്നെ ജന്തർ മന്ദറിലൊക്കെ പോയിട്ട് പറയുന്നത് കേൾക്കണമായിരുന്നു, യുവാക്കളുടെ ഭാവി അന്ത ഈ PSC നിയമനം കിട്ടാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് അവിടെ യുവാക്കളല്ലേ ആയി കിടക്കുന്നത്, മണ്ണ് വാരി തിന്നുന്നുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ട്, അവിടെ കിടന്ന് ഉരുണ്ട് ശയന പ്രദർശനം നടത്തുന്നു. അതൊന്നും നിങ്ങൾ ആരും കാണുക. കാരണം അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതിനെതിരെ പ്രതികരിച്ചാൽ നമുക്ക് നോവും. മുണ്ടും മടക്കി കുത്തി നമ്മൾ ഡൽഹിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 പേര് കാണുള്ളൂ. നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കണം. ഭയങ്കര ഗതികേടാണ് കേട്ടോ. ശരിക്കും കേരളത്തിലുള്ള മലയാളികളുണ്ടല്ലോ, ഈ പ്രബുദ്ധരെന്നൊക്കെ പറയുന്ന ഈ പ്രബുദ്ധരെന്ന വാക്ക് കണ്ടുപിടിച്ച ആ നായിൻ്റെ മോനോട് ആദ്യം നമുക്ക് അവനെ പിടിച്ച് അവൻ്റെ നട്ടല്ലേ അടിച്ചു പിടിക്കാനും കേട്ടോ. കാരണം എന്ത് പ്രബുദ്ധത, ഇതാണ് പ്രബുദ്ധത കേരളത്തിൽ ഫസ്റ്റ്.